Good morning. Good morning. Only 6 students. എല്ലാവരും ഒന്ന് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയുന്നു. Okay, let's start. Today we are going to start our fourth module, connectivity and planar graphs. Okay, this module consists of following topics: the vertex connectivity, edge connectivity, cut set and cut vertices, and fundamental circuits, which is already discussed in our module 3. Then planar graphs. Planar graphs means the one of type of graph is planar graphs. Then Kuratowski's theorem. Then different representation of planar graphs, Euler's theorem, and geometric dual. So ഇത്രയും ടോപ്പിക്സ് ആണ് മൊഡ്യൂൾ 4 ഇൻക്ലൂഡ് ചെയ്തത്. വെരി സിമ്പിൾ ടോപ്പിക്കാണ്. ഓരോ ടോപ്പിക്കിൻ്റെയും ഡെഫിനേഷൻ എന്താണെന്ന് പറയും. ദെൻ പ്രോബ്ലംസ്, ദെൻ റിലേറ്റ് ചെയ്ത തിയറംസ്, ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. Okay. So the first topic, graph connectivity. So what do you mean by graph connectivity? A graph connectivity defines whether a graph is connected or disconnected. Okay, suppose here we can say that this graph is connected, right? And this one is a graph, so it is a disconnected graph. So graph connectivity defines whether a graph is connected or disconnected. Then first term, vertex connectivity. Vertex connectivity. The vertex connectivity denoted by K of T is the minimum number of nodes. It's the minimum number of nodes whose deletion disconnect the graph. Okay, the vertex connectivity means it's a minimum number of nodes whose deletion disconnect the graph. For example, this is one graph A, B, C, D, E. Okay, so ഇവിടെ എത്ര വേർട്ടീസസ് റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്ട് ആവും ഒന്ന് പറഞ്ഞേ. ഒരു വെർട്ടിസ് റിമൂവ് ചെയ്തപ്പോഴാ വിച്ച് വൺ? സി. സി. ഓക്കെ, ഇവിടെ സി റിമൂവ് ചെയ്താൽ ഗ്രാഫ് എന്താവും? ഡിസ്കണക്റ്റഡ് ആവും. then അതുപോലെ ബി ഡി സി റിമൂവ് ചെയ്താൽ എന്താ? ഗ്രാഫ് ഡിസ്കണക്ട് ആവും അല്ലേ?
അപ്പോൾ ഇവിടെ എന്തായിരിക്കും? വേർട്ടെക്സ് കണക്ടിവിറ്റി എത്രയായിരിക്കും? എത്രയായിരിക്കും വേർട്ടെക്സ് കണക്ടിവിറ്റി? അതായത് മിനിമം നമ്പർ ഓഫ് നോഡ്സ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഗ്രാഫ് ഡിസ്കണക്ട് ആവുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? വേർട്ടെക്സ് കണക്ടിവിറ്റി ആണ്. ഹിയർ 1 ആയിരിക്കും. അതായത് സി ഡിലീറ്റ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്ട് ആവും. അതുപോലെ തന്നെ എന്താണ്? ബി ഡി സി ഡിലീറ്റ് ചെയ്താലും ഗ്രാഫ് എന്താ? ഡിസ്കണക്ട് ആവും. ബട്ട് മിനിമം നമ്പർ എന്താ ഇവിടെ? 1 ആണ് അല്ലേ? സോ ഇൻ ദിസ് ഗ്രാഫ് the vertex connectivity k of g equal to 1. Is it clear? Okay. The next, a graph with k equal to 1, k means components, is said to be connected graph. Then the value of k greater than 1 is said to be disconnected graph. നമുക്ക് ഓൾറെഡി അറിയാം. ഗ്രാഫിൽ കെയുടെ വാല്യൂ 1 ആണെങ്കിൽ അതെന്തായിരിക്കും? കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും. then value of k greater than 1, then the graph is disconnected. Okay. then a graph with vertex connectivity k, ഒരു ഗ്രാഫിൽ വെർട്ടെക്സ് കണക്ടിവിറ്റി k ആണെങ്കിൽ that graph is known as k connected. Okay, so in this graph the vertex connectivity is 1. Okay, so this graph is known as 1 connected. Okay ആണോ? Okay ആണോ? The next term, edge connectivity. Okay, so edge connectivity denoted as lambda of g. Okay, so it is the minimum number of edges whose deletion disconnects the graph. Okay, edge connectivity is denoted as lambda of g is the minimum number of edges whose deletion disconnect the graph. For example, ഇവിടെ എഡ്ജ് കണക്ടിവിറ്റി എത്രയായിരിക്കും ഒന്ന് പറഞ്ഞേ? എത്ര എഡ്ജസ് റിമൂവ് ചെയ്താലാണ് ഗ്രാഫ് ഡിസ്കണക്ട് ആവുന്നത്? 2, റൈറ്റ്? എ ബി സി ഡി റിമൂവ് ചെയ്താൽ ഡിസ്കണക്റ്റഡ് ആവും. അതുപോലെ എ സി അല്ലെങ്കിൽ ബി ഡി റിമൂവ് ചെയ്താൽ ഡിസ്കണക്റ്റഡ് ആവും. ഓക്കെ, സോ എഡ്ജ് കണക്ടിവിറ്റി ഈക്വൽ ടു 2. The next, here എ ബി എഫ് ഇ റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്ട് ആവും. ഓക്കെ, അതുപോലെ തന്നെ എ ബി എഫ് ഇ then ബി സി ഇ ഡി ഈ 4 എഡ്ജസ് റിമൂവ് ചെയ്താലും ഗ്രാഫ് ഡിസ്കണക്ട് ആവും. ബട്ട് ഇവിടെ എഡ്ജ് കണക്ടിവിറ്റി എത്രയായിരിക്കും? 2 ആയിരിക്കും. അതായത് മിനിമം നമ്പർ ഓഫ് എഡ്ജസ് നമുക്ക് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഗ്രാഫ് ഡിസ്കണക്ട് ആവുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? എഡ്ജ് കണക്ടിവിറ്റി. ഓക്കെ ആണോ? ഓക്കെ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ലാംഡ ഓഫ് ജി എന്ന് പറയുന്നത് എഡ്ജ് കണക്ടിവിറ്റി ആണ്. ദെൻ ഡെൽറ്റ ഓഫ് ജി. ഡെൽറ്റ ഓഫ് ജി മീൻസ് ദ മിനിമം ഡിഗ്രി. ദ മിനിമം ഡിഗ്രി ഓഫ് എ ഗ്രാഫ് ഈസ് നോൺ ആസ് ഡെൽറ്റ ഓഫ് ജി. ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ ഓഫ് ജി ആണ്. ഫോർ എക്സാമ്പിൾ,
സോ ഒരു ഗ്രാഫിൽ ഡെൽറ്റ ഓഫ് ജി എത്രയായിരിക്കും? ഡെൽറ്റ ഓഫ് ജി മിനിമം ഡിഗ്രി എത്രയാണ് ഇവിടെ? 2 അല്ലേ? ഓക്കെ. സോ ഇവിടെ വെർട്ടെക്സ് കണക്ടിവിറ്റി എത്രയാണ്? വെർട്ടെക്സ് കണക്ടിവിറ്റി എത്ര വെർട്ടീസസ് റിമൂവ് ചെയ്താലാണ് ഗ്രാഫ് ഡിസ്കണക്ട് ആവുന്നത്? 2 അല്ലേ? ബി സി റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്ട് ആയില്ലേ? ഓക്കെ. അത് നമ്മൾ വെർട്ടെക്സിനെ റിമൂവ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് അതിനെ ഇൻസിഡൻറ്റ് ചെയ്യുന്ന എഡ്ജസ് എന്തായിരിക്കും? റിമൂവ് ആവും. ഓക്കെ. ദെൻ ലാംഡ ഓഫ് ജി എത്രയാണ്? ലാംഡ എഡ്ജ് കണക്ടിവിറ്റി. ലാംഡ ഓഫ് ജി എന്ന് പറഞ്ഞ എഡ്ജ് കണക്ടിവിറ്റി എത്രയാ? 2. ഓക്കെ. സോ ഈ മൂന്ന് ടേമും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. കെ ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ജി. ഇതൊന്ന് ഓർത്തിരിക്കുക. വെർട്ടെക്സ് കണക്ടിവിറ്റി less than or equal to edge connectivity less than or equal to minimum degree of that graph. Then write down the question. Find lambda of g, k of g, delta of g for the following graph. പെട്ടെന്ന് ഫൈൻഡ് ചെയ്തു. അല്ലേ? 1. Okay. Then lambda of g. എത്ര എഡ്ജസ് റിമൂവ് ചെയ്താലായിരിക്കും ഗ്രാഫ് മിനിമം നമ്പർ ഓഫ് എഡ്ജസ് എത്രയായിരിക്കും ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുന്നത്? 2 അല്ലേ? ഓ വേണോ? 2 അല്ലേ? 2 ആണ്. അതായത് നോക്കിയേ, ഇവിടെ ഈ രണ്ട് എഡ്ജസ് റിമൂവ് ചെയ്ത ഗ്രാഫ് ഡിസ്കണക്ട് ആയില്ലേ? 2. ഓക്കെ. ദെൻ ഡെൽറ്റ ഓഫ് ജി മിനിമം ഡിഗ്രി. എല്ലാ വെർട്ടീസിന്റെ ഡിഗ്രി നോക്കിയതാണ് മിനിമം. 2. ഓക്കെ ആയോ കൺസെപ്റ്റ്? പെട്ടെന്ന് ഇതും കൂടി ചെയ്തേ. കാൽക്കുലേറ്റ് ലാംഡ ജി, കെ ഓഫ് ജി ആൻഡ് ഡെൽറ്റ ഓഫ് ജി. ഫൈൻഡ് ചെയ്തോ? ലാംഡ ഓഫ് ജി എത്രയായിരിക്കും? ഹലോ, 2 അല്ലേ? 2.
അതായത് ഈ രണ്ട് എഡ്ജസ് റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവും. ദെൻ കെ ഓഫ് ജി, ഏതൊക്കെ വേർട്ടീസ് റിമൂവ് ചെയ്താലാണ് ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുന്നത്? എയും എഫും കളഞ്ഞാലാവില്ലേ? ഓക്കെ, എ ആൻഡ് എഫ് റിമൂവ് ചെയ്ത ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവും. അതുപോലെ തന്നെ എന്താണ്, സി സിയും ഇയും റിമൂവ് ചെയ്ത ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവും. അപ്പോൾ കെ ഓഫ് ജി എത്രയായിരിക്കും ഇവിടെ? 2. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡെൽറ്റ ഓഫ് ജി, 3. ഓക്കെ അല്ലേ? അശ്വിൻ, ഫാത്തിമത്ത്, ഋതുൽ, ഖദീജ, നിഹാൽ. ഓക്കെ, സോ എഡ്ജ് കണക്ടിവിറ്റി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ട്രീയുടെ കേസിൽ എഡ്ജ് കണക്ടിവിറ്റി എത്രയായിരിക്കും ഒന്ന് പറഞ്ഞേ. ട്രീയുടെ കേസിൽ എഡ്ജ് കണക്ടിവിറ്റി എത്രയായിരിക്കും? So this one tree, okay, and this one also tree, T2. So T1 ന്റെ കേസിൽ എഡ്ജ് കണക്ടിവിറ്റി എത്രയാ? 1 ആണ്. T2 ന്റെ കേസിൽ എഡ്ജ് കണക്ടിവിറ്റി എത്രയായിരിക്കും? T2 ന്റെ കേസിൽ 1 or 2? 2 ആണോ? ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ എഡ്ജ് ഇവിടുന്ന് റിമൂവ് ചെയ്യാണ്. ഗ്രാഫ് ഡിസ്കണക്ട് ആയില്ലേ? ഡിസ്കണക്ട് ആയില്ലേ ഇവിടെ? ഓക്കെ, T2 കേസിലെ എഡ്ജ് കണക്ടിവിറ്റി 1 ആണ്. നമുക്ക് എന്ത് പറയാം? എഡ്ജ് കണക്ടിവിറ്റി ഓഫ് എ ട്രീ ഈസ് 1. എല്ലാ ട്രീക്കും എന്തായിരിക്കും? എഡ്ജ് കണക്ടിവിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും എഡ്ജ് കണക്ടിവിറ്റി അവിടെ 1 ആവുന്നത് ട്രീയുടെ കേസിൽ? ട്രീ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ അവിടെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? there exists exact one path between every pair of vertices. അല്ലേ? ട്രീയുടെ ഓരോ എഡ്ജും എന്താണ്? ബ്രിഡ്ജാണ് അല്ലേ? ഏതൊരു എഡ്ജ് റിമൂവ് ചെയ്താലും ട്രീ എന്തായിരിക്കും? ഡിസ്കണക്റ്റ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് എഡ്ജ് കണക്ടിവിറ്റി ഓഫ് എ ട്രീ എന്ത് 1 ആവുന്നത്. ഓക്കെ ആണോ? The next term, cut set. Cut set. Okay. The cut set is a set of edges. It's a set of edges whose removal from G leaves G disconnected. Cut set means a set of edges whose removal from G leaves G disconnected. Okay. It is also known as minimal cut set, proper cut set, simple cut set or cocycle. ഓക്കെ, അപ്പോൾ കട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് എഡ്ജസ്, ഒരു ഗ്രാഫിന് സെറ്റ് ഓഫ് എഡ്ജസ് റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അതിന് എന്ത് പറയും? കട്ട് സെറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താ എഡ്ജ് കണക്ടിവിറ്റി? എന്താ
മിനിമം നമ്പർ ഓഫ് എഡ്ജസ് അല്ലേ, മിനിമം നമ്പർ ഓഫ് എഡ്ജസ് leave from the graph, disconnect the graph. ഓക്കെ, അതായത് നിങ്ങളൊരു ഗ്രാഫിന് എന്താ നമ്പർ ഓഫ് കട്ട് സെറ്റ് ഫൈൻഡ് ചെയ്യും. സോ ഏത് കട്ട് സെറ്റിലാണോ മിനിമം നമ്പർ ഓഫ് എഡ്ജസ് അതായിരിക്കും എന്ത് എഡ്ജ് കണക്ടിവിറ്റി. ഓക്കെ ആണോ? എനിക്ക് ഗ്രാഫ് കാണാൻ പറ്റുന്നുണ്ടോ? V1 A B T V6 V2 ഓക്കെ. സോ ഇവിടെ ഏതൊക്കെയായിരിക്കും കട്ട് സെറ്റ് എന്ന് പറഞ്ഞേ, ഈ ഒരു പെർട്ടിക്കുലർ ഗ്രാഫിന്റെ കേസിൽ ഏതൊക്കെയായിരിക്കും കട്ട് സെറ്റ്? ഞാൻ ഇവിടെ നിന്ന് ഗ്രാഫിന്ന് വായിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ ഏതൊക്കെയായിരിക്കും കട്ട് സെറ്റ്? ഏതൊക്കെ എഡ്ജസ് റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്ട് ആവും? എ സി ഡി എഫ്. നോക്കിയേ, ഈ ഒരു ഇത്രയും എഡ്ജസ് റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്ട് ആവില്ലേ? എ സി ഡി എഫ് ഡിസ്കണക്ട് ആവില്ലേ? സോ ഫസ്റ്റ് കട്ട് സെറ്റ് ഏതാ? എ സി ഡി എഫ്. ഓക്കെ ആണോ? ദെൻ വേറൊരു കട്ട് സെറ്റ് പറഞ്ഞേ. കെ. ഈ ഒരു കെ എന്ന് പറഞ്ഞ എഡ്ജ് നിന്ന് റിമൂവ് ചെയ്യേണ്ട ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണ്. നെക്സ്റ്റ് വൺ കെ. ആൻഡ് തേർഡ് വൺ വേറൊരു കട്ട് സെറ്റ് പറഞ്ഞു. ഹലോ, എ സി എച്ച്. ഇത്രയും എഡ്ജസ് റിമൂവ് ചെയ്ത ഗ്രാഫ് ഡിസ്കണക്ട് ആവില്ലേ? എ സി എച്ച്. ദെൻ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായില്ലേ? തുളസി, നിവേദ്യ, ഓക്കെ എന്നാ പറഞ്ഞോ എത്ര കട്ട് സെറ്റ്സ് ഉണ്ടാവുന്നത്? ഓരോ കട്ട് സെറ്റ് ലിസ്റ്റ് ചെയ്ത്. നിങ്ങൾ നോക്കുക, എഡ്ജസ് റിമൂവ് ചെയ്ത് നോക്കുക. ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ അതായിരിക്കും എന്ത് കട്ട് സെറ്റ്. നെക്സ്റ്റ് വൺ എഫ് ഡി എച്ച്. ഇത്രയും എഡ്ജസ് ഇവിടുന്ന് റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. എഫ് ഡി എച്ച്. ദെൻ വേറൊരു കട്ട് സെറ്റ് എ ബി ജി. എ ബി ജി.
ഓക്കെ ആണോ? കട്ട് സെറ്റ്. സോ ഈ ഒരു പെർട്ടിക്കുലർ ഗ്രാഫിന്റെ കട്ട് സെറ്റ്സ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞേ. ഫസ്റ്റ് വൺ FGE. FGE. ഓക്കെ, FGE. ദെൻ സെക്കൻഡ് വൺ, അതായത് ഇത്രയും എഡ്ജസ് നിന്ന് റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്ട് ആവും. ദെൻ FC. FC. Okay, FC. And third one FA. 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 Then AGB. AGB. CGD. CGD. Okay, CGD. പിന്നെ ടീച്ചർ GB. GB ആവൂലല്ലേ? ഇല്ല, DE. DE. DE, BE, then AC, BD. ഇതൊക്കെ എന്താണ്? കട്ട് സെറ്റ് ആണ് അല്ലേ? AC റിമൂവ് ചെയ്ത ഗ്രാഫ് ഡിസ്കണക്ട് ആവും, അതുപോലെ BD റിമൂവ് ചെയ്ത ഗ്രാഫ് ഡിസ്കണക്ട് ആവും. ഓക്കെ ആണോ കൺസെപ്റ്റ്? Write down the question. Find all the cut set and minimal cut set of the given graph. Find all the cut sets and minimal cut set of the given graph. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഗ്രാഫ്. ഇതിൽ ഓൾ കട്ട് സെറ്റ് ഫൈൻഡ് ചെയ്യുക, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 കട്ട് സെറ്റ് എങ്കിലും ഫൈൻഡ് ചെയ്യുക. ദെൻ അതിൽ ഏതാണോ മിനിമൽ കട്ട് സെറ്റ് അതും ഫൈൻഡ് ചെയ്യുക. ഏതൊക്കെ ആയിരിക്കും കട്ട് സെറ്റ്? ആക്ച്വലി മിനിമൽ കട്ട് സെറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എഡ്ജ് കണക്ടിവിറ്റി ആയിരിക്കും. ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ് കട്ട് സെറ്റ്സ്? E9 വരൂലേ? ഓക്കെ, E9. Then E3, E2. E3, E2 മാത്രമാണോ? E3, E3, E2, E6 അല്ലേ? ഓക്കെ. E3, E6, E2. Then E3, E5, E4. E3, E4. E3, E5, E4. Okay. E4, E8, E1. E4, E8, E1.
A1, A7, E2. E1, E7, E2. E1, E7, E2. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ സിക്സ്ത് വൺ ഏതായിരിക്കും? E3, E6, E7, E1. Okay, then seventh one, E3, E5, E8, E1. Then, ഇവിടെ ഏതാ മിനിമൽ കട്ട് സെറ്റ് ഏതാണ്? മിനിമൽ കട്ട് സെറ്റ് മീൻസ് ആ ഒരു പെർട്ടിക്കുലർ കട്ട് സെറ്റിൽ നമ്പർ ഓഫ് എഡ്ജസ് മിനിമം എവിടെയാണ്? E9. E9 ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ എഡ്ജ് കണക്ടിവിറ്റി എത്രയാ? ലാംഡ ഓഫ് ജി ഈക്വൽ ടു 1. 1. ഓക്കെ ആണോ? Miss. Okay. കംപ്ലീറ്റ് ചെയ്തോ എല്ലാവരും? The next one, cut vertices. എന്തായിരിക്കും cut vertices? Cut ആ vertices സെറ്റ് means ഓഫ് വേർഡ്സസ് റിമൂവ് ചെയ്താൽ ഡിസ്കണക്ട് ആവും. okay. So cut vertices means in a connected graph G, a cut vertex is the set of vertices whose removal from G leaves G disconnected. Okay. So then vertex connectivity. സോ ഒരു ഗ്രാഫിൽ എന്തായിരിക്കും? കുറെ കട്ട് വേർട്ടീസസ് ഉണ്ടാവും അല്ലെ? സോ ഏത് കട്ട് വേർട്ടീസസിലാണ് നമ്പർ ഓഫ് വേർട്ടീസസ് മിനിമം, അതായിരിക്കും എന്ത്? വെർട്ടെക്സ് കണക്ടിവിറ്റി. ഓക്കെ ആണോ? ഇവിടെ ഏതൊക്കെയായിരിക്കും കട്ട് വേർട്ടീസസ്? ഫസ്റ്റ് വൺ C. C. Then second one A, C, D. A, C, D. And third one B, C, D. B, C, E. B, C, E. Okay. So ഇവിടെ vertex connectivity എത്രയാണ്? 1. 1. അതായത് 3 കട്ട് വേർട്ടീസസ് ഉണ്ട്. ദെൻ ഫസ്റ്റ് കട്ട് വേർട്ടീസസിലാണ് നമ്പർ ഓഫ് വേർട്ടീസസ് മിനിമം അല്ലേ? 1 അല്ലേ? സോ എന്താണ്? K of G equal to 1. Is it clear? Miss. The next term, separable graph. So, the definition, a connected graph is said to be separable if its vertex connectivity is 1. Okay, so connected graph in the vertex connectivity 1 ആണെങ്കിൽ that graph is known as separable graph. Then all other connected graphs are known as non-separable. Okay, so ഈ ഒരു particular graph, so ഇവിടെ vertex connectivity എത്രയാണ് ഒന്ന് പറഞ്ഞേ? 1. 1. അതായത് വി എന്ന് പറയുന്ന വെർട്ടെക്സിനെ റിമൂവ് ചെയ്യുമ്പോൾ ഗ്രാഫ് എന്താ? ഡിസ്കണക്ട് ആവുന്നുണ്ട്. സോ ഹിയർ വെർട്ടെക്സ് കണക്ടിവിറ്റി 1. സോ ദിസ് ഗ്രാഫ് ഈസ് സെപ്പറബിൾ ഗ്രാഫ്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് ഗ്രാഫ്? വെർട്ടെക്സ് കണക്ടിവിറ്റി എത്രയാണ്?
1 അല്ലേ? 1. V4 റിമൂവ് ചെയ്യുമ്പോൾ ഗ്രാഫ് എന്താ ഡിസ്കണക്ട് ആവുന്നുണ്ട് അല്ലേ? സോ വെർട്ടെക്സ് കണക്ടിവിറ്റി 1. സോ ദിസ് ഈസ് സെപ്പറബിൾ ഗ്രാഫ്. Then here ഈ ഗ്രാഫിന്റെ വെർട്ടെക്സ് കണക്ടിവിറ്റി എത്രയാണ്? വെർട്ടെക്സ് കണക്ടിവിറ്റി 2. 2 ആണ്. So this is a non-separable graph. Okay. So separable ഗ്രാഫിന്റെ കേസിൽ ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോൾ ഗ്രാഫ് എന്താണ് ഡിസ്കണക്ട് ആവുന്നത് അല്ലേ? That vertex is known as cut vertex, cut node or an articulation point. Okay, ആ റിമൂവ് ചെയ്യുന്ന വെർട്ടെക്സിന് എന്ത് പറയും? അല്ലെങ്കിൽ കട്ട് വെർട്ടെക്സ് എന്ന് പറയും, അല്ലെങ്കിൽ കട്ട് നോഡ് എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് ആർട്ടിക്കുലേഷൻ പോയിന്റ്. സോ ഈ ഗ്രാഫിന്റെ കേസിൽ ഏത് ആർട്ടിക്കുലേഷൻ പോയിന്റ്? ഏത് വെർട്ടെക്സിനെ റിമൂവ് ചെയ്യുമ്പോഴാണ് ഗ്രാഫ് ഡിസ്കണക്ട് ആവുന്നത്? വി. ഓക്കെ, സോ ഹിയർ articulation point is V. Okay, ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സെപ്പറബിൾ ഗ്രാഫ് എന്നും ദെൻ ഗ്രാഫ് വരച്ചിട്ട് അതിന്റെ ആർട്ടിക്കുലേഷൻ പോയിന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ആർട്ടിക്കുലേഷൻ പോയിന്റ് എന്ന് പറയുന്നത്? സെപ്പറബിൾ ഗ്രാഫിൽ ഏത് വെർട്ടെക്സ് റിമൂവ് ചെയ്യുമ്പോഴാണ് ഗ്രാഫ് ഡിസ്കണക്ട് ആവുന്നത്? that vertex is known as articulation point. Then ഈ ഒരു ഗ്രാഫിന്റെ കേസിൽ ഏത് ആർട്ടിക്കുലേഷൻ പോയിന്റ്? ഏത് വെർട്ടെക്സിനെ? ഓക്കെ, V4 റിമൂവ് ചെയ്യുമ്പോഴാണ് ഗ്രാഫ് എന്താ ഡിസ്കണക്ട് ആവുന്നത്? സോ ആർട്ടിക്കുലേഷൻ പോയിന്റ് V4. സോ ഇത്രയും ടേംസ് ഓക്കെ അല്ലേ? First, vertex connectivity, edge connectivity, cut vertices, cut sets, then separable graph. എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ തന്നെ. നിങ്ങൾ എഡ്ജ് കണക്ടിവിറ്റി അല്ലെങ്കിൽ വെർട്ടെക്സ് കണക്ടിവിറ്റിയുടെ ഡെഫിനേഷൻ എഴുതുന്നത് മിനിമം നമ്പർ ഓഫ് ആ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മിനിമം നമ്പർ ഓഫ് വെർട്ടീസസ് അല്ലെങ്കിൽ മിനിമം നമ്പർ ഓഫ് എഡ്ജസ് മറന്നു പോരുത് ആ വേർഡ് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അടുത്ത ടോപ്പിക്സ്.